ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് CBTയുടെ നെക്സ്റ്റ് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പാർട്ട് 2 കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. വെൻ വുഡ് ആൻ ഓർത്തോസ്റ്റാറ്റിക് ബ്ലഡ് പ്രഷർ മെഷർമെൻറ്റ് ബി ഇൻഡിക്കേറ്റഡ്? ഓക്കെ, അപ്പോൾ ഓർത്തോസ്റ്റാറ്റിക് ബ്ലഡ് പ്രഷർ എപ്പോഴാണ് നമ്മൾ നോക്കേണ്ടത്? ഇൻഡിക്കേഷനാണ് അതിൻ്റെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ, ഇഫ് ദ പേഷ്യൻറ്റ് ഹാസ് എ റീസെൻറ്റ് ഹിസ്റ്ററി ഓഫ് ഫോൾസ്. സെക്കൻഡ്, ഇഫ് ദ പേഷ്യൻറ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഡിസിനസ് ഓർ സിൻകോപ്പ് ഓൺ ചേഞ്ചിങ് പൊസിഷൻ. തേർഡ് വൺ, ഇഫ് ദ പേഷ്യൻറ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഹൈപ്പർടെൻഷൻ. ഫോർത്ത് വൺ, ഇഫ് ദ പേഷ്യൻറ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഹൈപ്പോടെൻഷൻ. അപ്പോൾ ചിന്തിക്കുക, എന്താണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറഞ്ഞാൽ? ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന BP-യിലുള്ള റിഡക്ഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താം. എന്താണ്? ഇഫ് ദ പേഷ്യൻറ്റ് ഹാസ് ഹിസ്റ്ററി ഓഫ് ഡിസിനസ് ഓർ സിൻകോപ്പ് ഓൺ ചേഞ്ചിങ് പൊസിഷൻ. ഓക്കെ, ക്ലിയർ ആയെന്ന് വരുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ഡു ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ഹൈപ്പോടെൻഷൻ ഇൻക്ലൂഡ്? ഹൈപ്പോടെൻഷൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ, ഡിക്രീസ്ഡ് കോൺഷ്യസ് ലെവൽ, റിഡ്യൂസ്ഡ് ബ്ലഡ് ഫ്ലോ ടു വൈറ്റൽ ഓർഗൻസ് ആൻഡ് റീനൽ ഫെയിലിയർ. ഈ മൂന്നെണ്ണം ഫസ്റ്റ് ഓപ്ഷനിൽ വരുന്ന കേട്ടോ. സെക്കൻഡ് വൺ, ദ പേഷ്യൻറ്റ് കുഡ് ബിക്കം കൺഫ്യൂസ്ഡ് ആൻഡ് നോട്ട് നോ ഹൂ ദേ ആർ. തേർഡ് വൺ, ഡിക്രീസ്ഡ് കോൺഷ്യസ് ലെവൽ, ഒളിഗൂറിയ ആൻഡ് റിഡ്യൂസ്ഡ് കൊറോണറി ബ്ലഡ് ഫ്ലോ. ഫോർത്ത് വൺ, ദ പേഷ്യൻറ്റ് ഫീലിംഗ് വെരി കോൾഡ്. എന്തായിരിക്കും അപ്പോൾ ആൻസർ? ബ്ലഡ് പ്രഷർ കുറയുക അല്ലെങ്കിൽ ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്ലഡ് ഫ്ലോ ഇല്ല അല്ലേ, ബ്ലഡ് ഫ്ലോ കുറവാണ്. അപ്പോൾ എന്തൊക്കെയാണ്? കോൺഷ്യസ് ലെവൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്, ഒളിഗുറിയ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ യൂറിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ഒളിഗുറിയ ആൻഡ് റെഡ്യൂസ്ഡ് കൊറോണറി ബ്ലഡ് ഫ്ലോ ഹൈപ്പോ ടെൻഷൻ വരുമ്പോൾ ബ്ലഡ് ഫ്ലോ കുറവാണെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഒളിഗുറിയയ്ക്കും അതുപോലെ തന്നെ കൊറോണറി ബ്ലഡ് ഫ്ലോയ്ക്കും റിഡക്ഷൻ വരുന്നുണ്ട്. അതുപോലെ ഡിക്രീസ്ഡ് കോൺഷ്യസ് ലെവൽ, കാരണം അവിടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷനും കുറയണം. ബ്രെയിന്, കിഡ്നി, അതുപോലെ തന്നെ ഹേർട്ട്. അപ്പോൾ ഈ 3 ഓർഗനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടീഷൻസ് പ്രൊഡ്യൂസിങ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർടെൻഷൻ ഇൻ ദ എൽഡർലി പീപ്പിളിൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണ് കേട്ടോ. ഫസ്റ്റ് വൺ, അയോർട്ടിക് സ്റ്റീനോസിസ്. സെക്കൻഡ് വൺ, അരിത്മിയാസ്. തേർഡ് വൺ, ഡയബറ്റീസ്. ഫോർത്ത് വൺ, പെർനീഷ്യസ് അനിമിയ. ഫിഫ്ത്ത് വൺ, അഡ്വാൻസ്ഡ് ഹേർട്ട് ഫെയിലിയർ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ അബോവ് ആണ്. ഈ 5 കേസിലും എന്താണ് അവിടെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർടെൻഷനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. Next one, orthostatic hypotension is diagnosed if the systolic blood pressure drops by how many mmHg? എപ്പോഴാണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ഡയഗ്നോസ് ചെയ്യുന്നത്? എപ്പോഴാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എത്ര mmHg ഡ്രോപ്പ് ആകുമ്പോഴാണ് നമ്മൾ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ 20, സെക്കൻഡ് വൺ 25, തേർഡ് വൺ 30, ഫോർത്ത് വൺ 35. ആൻസർ ഈസ് 20. അപ്പോൾ 20 mmHg ആണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ആവുന്നെങ്കിൽ നമ്മൾ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ആണ് ഡയഗ്നോസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, സൈൻസ് ഓഫ് ഹൈപ്പോവോളിമിക് ഷോക്ക് വുഡ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. അപ്പോൾ ഓൾ എക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ താഴെ കൊടുത്തിട്ടുള്ളതിൽ എല്ലാം, ഇപ്പോൾ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ 1 ഒഴിച്ച് എന്നാണ് വരുന്നത്. അപ്പോൾ അതല്ലാത്തത് എന്നാണ് അർത്ഥം കേട്ടോ. ചില സമയത്ത് ഓൾ ബട്ട് 1 അങ്ങനെ വരാറുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? സൈൻസ് ഓഫ് ഹൈപ്പോവോളിമിക് ഷോക്കിൻ്റെ സൈൻ അല്ലാത്തത്. ഓക്കെ, ഫസ്റ്റ് വൺ, റെസ്റ്റ്ലെസ്നെസ്, anxiety or confusion. Second one, shallow respiratory rate becoming weak. Third one, rising pulse rate. Fourth one, low urine output of less than 5 ml per kg per hour. Fifth one, pallor and later sweating. അപ്പോൾ എന്താണ് ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഡീഹൈഡ്രേഷൻ അല്ല, വോളിയം കുറവാണ് അല്ലേ. അപ്പോൾ ഡീഹൈഡ്രേഷൻ്റെ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ കുറവാകുമ്പോഴുള്ള കേസുകളെല്ലാമാണ് അതിൻ്റെ സയൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി റേറ്റ് എന്താണ് വേണ്ടത്? കൂടുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഷാലോ റെസ്പിറേറ്ററി റേറ്റ് ബിക്കമിങ് വീക്ക്.
എന്നാണ് തന്നിരിക്കുന്നത്. ബാക്കി റെസ്റ്റ്ലെസ്നെസ്, ആങ്സൈറ്റി ഓർ കൺഫ്യൂഷൻ അതുണ്ടാവാം. ഹൈപ്പോളിമിക് ഷോക്കിലെ റൈസിങ് പൾസ് റേറ്റ്, ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഹൈപ്പോളിമിക് ഷോക്ക് വരുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൾസ് റേറ്റ് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യുക കേട്ടോ. ടാക്കിക്കാർഡ് ചെയ്യാനടിക്കാം. അതുപോലെ ലോ യൂറിൻ ഔട്ട്പുട്ട് ഉറപ്പായിട്ട് ഹൈപ്പോളിമിക് ഷോക്ക് ആണെങ്കിൽ യൂറിൻ ഔട്ട്പുട്ട് നോർമലായിട്ട് സാധാരണ ഒരു പേഴ്സണ് 5 ml/kg/h ആണ് വേണ്ടത്, അതിലും കുറവായിരിക്കും. ദെൻ പാലർ ആൻഡ് ലേറ്റർ സ്വെറ്റിങ്, പാലർ ആയിരിക്കും. അതുപോലെ അതായത് വോളിയം കുറവാണല്ലോ, ബ്ലഡ് ഫ്ലോ കുറവാണല്ലോ, അപ്പോൾ പാലർ ആവും. അതുപോലെ ലേറ്റർ സ്വെറ്റിങ്ങും ഉണ്ടാവും. അപ്പോൾ ആൻസർ സൈൻസ് അല്ലാത്തത്, അതായത് സൈൻ ഓഫ് ഹൈപ്പോളിമിക് ഷോക്ക് അല്ലാത്തതാണ് ഷാലോ റെസ്പിറേറ്ററി റേറ്റ് ആൻഡ് ബിക്കമിങ് വീക്ക്. നെക്സ്റ്റ് വൺ, ദ ഫോളോവിങ് ആർ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഹൈപ്പോളിമിക് ഷോക്ക് എക്സെപ്റ്റ്. വീണ്ടും ചോദിച്ചിരിക്കുക കേട്ടോ. അത് സെയിം ഓപ്ഷൻസ് വേറെയാണ് മാത്രം. ഫസ്റ്റ് ഓപ്ഷൻ കൺഫ്യൂഷൻ, സെക്കൻഡ് വൺ റാപ്പിഡ് ഹാർട്ട് റേറ്റ്, തേർഡ് വൺ സ്ട്രോങ് പൾസ്, ഫോർത്ത് വൺ ഡിക്രീസ് ബ്ലഡ് പ്രഷർ. നമുക്കിതൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. സ്ട്രോങ് പൾസ് ഉണ്ടാവുമോ ഹൈപ്പോളിമിക് ഷോക്ക് ആകുമ്പോൾ? ഒരിക്കലുമില്ല. പൾസ് റേറ്റ് കൂടും അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടും കോമ്പൻസേറ്ററി മെക്കാനിസം ആയിട്ട്. ഡീഹൈഡ്രേഷൻ്റെ കേസിൽ അങ്ങനെയാണ്. ഓക്കെ, പക്ഷെ എന്തായിരിക്കും? സ്ട്രോങ് ആയിട്ടില്ല, വീക്ക് പൾസ് ആയിരിക്കും. സ്ട്രോങ് പൾസ് അല്ല കേട്ടോ. അപ്പോൾ സ്ട്രോങ് പൾസ് ആണ് ഇതിൽ സൈൻ അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിവിയർ ബ്ലീഡിങ് ഈസ് ബെസ്റ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ. സിവിയർ ബ്ലീഡിങ് വരുമ്പോൾ താഴെ പറയുന്ന 4 ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിംറ്റം ഏതാണ് കേട്ടോ. ഫസ്റ്റ് വൺ, മോയിസ്റ്റ് സ്കിൻ ആൻഡ് പിങ്കിഷ് നെയിൽ ബെഡ്സ്. സെക്കൻഡ് വൺ, ഡ്രൈ സ്കിൻ ആൻഡ് പിങ്കിഷ് നെയിൽ ബെഡ്സ്. തേർഡ് വൺ, മോയിസ്റ്റ് സ്കിൻ ആൻഡ് ബ്ലൂയിഷ് നെയിൽ ബെഡ്സ്. ഫോർത്ത് വൺ, ഡ്രൈ സ്കിൻ ആൻഡ് ബ്ലൂയിഷ് നെയിൽ ബെഡ്സ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന പിങ്കിഷ് നെയിൽ ബെഡ്സ്. 2 ഓപ്ഷനിലും പിങ്കിഷ് നെയിൽ ബെഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തെറ്റാണല്ലോ. സിവിയർ ബ്ലീഡിങ് ആകുമ്പോൾ പിങ്കിഷ് നെയിൽ ബെഡ് അല്ല കാണുന്നത്, ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂയിഷ് കളർ ആയിരിക്കുമല്ലോ. ഓക്കെ, പിന്നെ അപ്പോൾ ഡ്രൈ സ്കിന്നാണോ മോയ്സ്റ്റ് സ്കിന്നാണോ ഡൗട്ട് അല്ലേ? എന്തായിരിക്കും? മോയ്സ്റ്റ് സ്കിൻ ആൻഡ് ബ്ലൂയിഷ് നെയിൽ ബെഡ് ആയിരിക്കും കേട്ടോ. ആൻസർ വരുന്നത് മോയ്സ്റ്റ് സ്കിൻ ആൻഡ് ബ്ലൂയിഷ് നെയിൽ ബെഡ്. Next one, the following are ways to assess a patient's fluid and electrolyte status except, അതായത് all but one. താഴെ പറയുന്നതിൽ 4 ഓപ്ഷനിൽ അല്ലാത്തത് എന്തല്ലാത്തത്? പേഷ്യൻ്റെ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് സ്റ്റാറ്റസ് അസസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് താഴെ പറയുന്നത്. അതിൽ ഒന്നൊഴിച്ച്. അപ്പോൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, പൾസ്, ബ്ലഡ് പ്രഷർ, കാപ്പിലർ റീഫിൽ ആൻഡ് ജുഗുലാർ വീനസ് പ്രഷർ. സെക്കൻഡ് വൺ, പ്രസൻസ് ഓഫ് പൾമണറി ഓർ പെരിഫറൽ എഡിമ. തേർഡ് വൺ, പ്രസൻസ് ഓഫ് പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ. ഫോർത്ത് വൺ, ബയോമാർക്കേഴ്സ്. എന്തായിരിക്കും ആൻസർ? പേഷ്യൻറ്റിൻ്റെ ഇലക്ട്രോലൈറ്റ് സ്റ്റാറ്റസ് ബയോമാർക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോലൈറ്റ് സ്റ്റാറ്റസ് അല്ല അതിനകത്ത് പറയുന്നത്, ഹാർട്ടിൻ്റെ ഫംഗ്ഷനാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ബാക്കി ABC കറക്റ്റ് ആൻസറാണ്. ബയോമാർക്കേഴ്സ് അല്ല. അല്ലാത്തതായിട്ടുള്ളത് ബയോമാർക്കേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ആൻസർ വരുന്നത് ബയോമാർക്കേഴ്സ്. Next one, a 50-year-old patient was referred for evaluation of blood pressure. If he has a high diastolic pressure, which of the following is the anticipated reading? ഹൈ ഡയസ്റ്റോളിക് പ്രഷർ ഏതാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ചിന്തിക്കുക, ഡയസ്റ്റോളിക് സിസ്റ്റോളിക് എന്താണെന്ന് അറിയണം. നമ്മൾ സിസ്റ്റോളിക് എന്ന് പറയുമ്പോൾ അപ്പർ, അപ്പോൾ 120/80 എന്ന് പറയുമ്പോൾ 120 ആണ് സിസ്റ്റോളിക്, 80 ആണ് എന്ത് ഡയസ്റ്റോളിക്. അപ്പോൾ ഇവർ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ 140/82, സെക്കൻഡ് ഓപ്ഷൻ 160/72, തേർഡ് ഓപ്ഷൻ 130/95, ഫോർത്ത് ഓപ്ഷൻ 140/72. അപ്പോൾ ഇതിനകത്ത് സിസ്റ്റോളിക് അല്ല ചോദിക്കുന്നത്, ഡയസ്റ്റോളിക് പ്രഷർ ഹൈ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? അപ്പോൾ താഴത്തെ, അതായത് ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് ഹൈ ആയിട്ട് കാണിക്കുന്നത് തേർഡ് ഓപ്ഷനാണ് 130/95. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോംപ്ലിക്കേഷൻസ് ഓഫ് അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ ഇൻക്ലൂഡ് ഓൾ ഓഫ് ദ ഫോളോവിങ് എക്സെപ്റ്റ്. കണ്ടോ, ഒത്തിരി ക്വസ്റ്റ്യൻസ് അങ്ങനെ വരും. ഓൾ ഓഫ് ദ ഫോളോവിങ് എക്സെപ്റ്റ് അല്ലെങ്കിൽ ഓൾ ബട്ട് വൺ, ഇങ്ങനെ തന്നെയായിട്ടോ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ടെൻഷൻ അടിക്കരുത്, അതല്ലാത്തത് എന്നാണ് ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ കോംപ്ലിക്കേഷൻ ഓഫ് അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ അല്ലാത്തത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ സെറിബ്രോവാസ്കുലർ ആക്സിഡൻറ്റ്സ്, സെക്കൻഡ് ഓപ്ഷൻ അനീമിയ, തേർഡ് ഓപ്ഷൻ റീനൽ ഇൻഷുറി, ഫോർത്ത് ഓപ്ഷൻ കാർഡിയാക് ഹൈപ്പർട്രോഫി. അപ്പോൾ ആൻസർ ഒന്ന് ആലോചിക്കുക. അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ്റെ സൈൻ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ അല്ലാത്തത് എന്തായിരിക്കും? അനീമിയ കേട്ടോ. അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷനിൽ അനീമിയ വരാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ എന്താണ്? CVA, സെറിബ്രോവാസ്കുലർ സ്ട്രോക്ക് ഇല്ലേ, സെറിബ്രോവാസ്കുലർ ആക്സിഡൻസ് വരാം, റീനൽ ഇഞ്ചുറി വരാം. കാരണം ഹൈപ്പർ ടെൻഷൻ കൂടുമ്പോൾ റീനൽ ബ്ലഡ് ഫ്ലോ കൂടിയിട്ട് കിഡ്നിക്ക് ഡാമേജസ് അല്ലെങ്കിൽ റീനൽ ഇഞ്ചുറീസ് വരാം. പിന്നെ കാർഡിയക് ഹൈപ്പർട്രോഫി വരാം. അവിടെ വോളിയം അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ കാർഡിയക് പ്രോബ്ലംസ്, കാർഡിയക് ഹൈപ്പർട്രോഫി വരാം. കൊറോണറി വെസൽസിനൊക്കെ ഹൈപ്പർട്രോഫി വരാം. അപ്പോൾ ആൻസർ അല്ലാത്തത് എന്ന് പറയുമ്പോൾ അനീമിയ വരാനുള്ള ചാൻസ് ഇല്ല കൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ ആകുമ്പോൾ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Mrs. X is 89 years old and very frail. She has renal impairment and history of myocardial infarction. She needs support from staff to meet her nutritional needs. Which IV fluids are recommended for Mrs. X? Okay. അപ്പോൾ പേഷ്യൻറ്റിന് എന്താണ് 89 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള പേഷ്യൻ്റാണ്. റീനൽ ഇമ്പയർമെൻറ്റും അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷനും ഉണ്ട്. അങ്ങനത്തെ ഒരു പേഷ്യൻറ്റ് നമ്മൾ ഏത് എന്താ പറയുക താഴെ തന്നിട്ടുള്ള ഓപ്ഷൻ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് കൺസിഡർ പ്രിസ്ക്രൈബിങ് ലെസ് ഫ്ലൂയിഡ്. സെക്കൻഡ് ഓപ്ഷൻ കൺസിഡർ പ്രിസ്ക്രൈബിങ് മോർ ഫ്ലൂയിഡ്. തേർഡ് ഓപ്ഷൻ എയ്തർ ഓഫ് ദ എബോവ്. ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദ എബോവ്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം അല്ലേ. കൺസിഡർ പ്രിസ്ക്രൈബിങ് ലെസ് ഫ്ലൂയിഡ്, റീനൽ പ്രോബ്ലം അതല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് എന്തായിരിക്കും നമ്മൾ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻസ് ചെയ്യും അല്ലേ. അവർക്കൊക്കെ ഉറപ്പായിട്ടും IO ചാർട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കാർഡിയക് പേഷ്യൻസിന് നമ്മൾ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിനെ നമ്മൾ കറക്റ്റ് ഇൻടേക്കും ഔട്ട്പുട്ട് നോക്കുന്നതിന് കാരണം തന്നെ പേഷ്യൻ്റ് എപ്പോഴും എന്തായിരിക്കണം, നെഗറ്റീവ് ബാലൻസിലായിരിക്കണം അല്ലെങ്കിൽ ന്യൂട്രൽ ബാലൻസിലായിരിക്കണം. ഒരിക്കലും പോസിറ്റീവ് ബാലൻസിലോട്ട് പോകാൻ പാടില്ല അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ഏറ്റവും മിനിമം ഫ്ലൂയിഡ്സ് ആണ് അവർക്ക് കൊടുക്കുക. അപ്പോൾ കൺസിഡർ പ്രിസ്ക്രൈബിങ് ലെസ് ഫ്ലൂയിഡ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയിൽ എലിമിനേറ്റ് ചെയ്യും. തേർഡ് ഓപ്ഷൻ തന്നിരിക്കുന്നുണ്ടോ, ഏതർ ഓഫ് ദ അബോവ്. ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും വരാം, പറ്റുമോ? ഇല്ല. നൺ ഓഫ് ദ അബോവ്, ഇത് രണ്ടും അല്ല, അങ്ങനെയല്ല ആൻസർ വരുന്നത്. പിന്നെ മോർ ഫ്ലൂയിഡ് പ്രിസ്ക്രൈബ് ചെയ്യോ, അതുമില്ല. അപ്പോൾ ആൻസർ എന്താണ്, കൺസിഡർ പ്രിസ്ക്രൈബിങ് ലെസ് ഫ്ലൂയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് സെപ്റ്റിക് ഷോക്ക്. സെപ്റ്റിക് ഷോക്കിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ ടാക്കിക്കാർഡിയ, hypertension, normal WBC, non-pyrexial. Second option tachycardia, hypotension, increased WBC, pyrexial. Third option tachycardia, increased WBC, normotension, non-pyrexial. Fourth option decreased heart rate, decreased blood pressure, normal WBC and pyrexial. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം എന്താ, നമുക്ക് സെപ്റ്റിക് ഷോക്ക് വരുമ്പോൾ എപ്പോഴും എന്തായിരിക്കും വരുന്നത്, ഹൈപ്പോടെൻഷൻ ഉണ്ടായിരിക്കും അല്ലേ. ഹൈപ്പോടെൻഷൻ ഉറപ്പായിട്ടുണ്ടായിരിക്കും. ടാക്കി ആയിരിക്കും പേഷ്യൻ്റ്, ടാക്കിക്കാർഡിയ ആയിരിക്കും. പ്ലസ് ഫീവർ ഉണ്ടായിരിക്കും, പൈറക്സിയ ഉണ്ടായിരിക്കും. പൈറക്സിയ ഉണ്ടാകുമ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് ടാക്കി, ഹൈപ്പോടെൻഷൻ, അതായത് ടാക്കിക്കാർഡിയ, ഹൈപ്പോടെൻഷൻ, ഇൻക്രീസ്ഡ് WBC ആൻഡ് പൈറക്സിയ. ക്ലിയർ ആവുന്നുണ്ട് തരുന്നു. അപ്പോൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. നമ്മുടെ ഓരോ ഓപ്ഷനിലും ചിലപ്പോൾ ഹാഫ് ആയിട്ടുള്ള കറക്റ്റഡ് ആയിട്ടുള്ള സെമി കറക്റ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ സെമി കറക്റ്റഡ് ആയിട്ടുള്ളത് നമ്മൾ ഒരു ഭാഗം മാത്രം നോക്കി അതിൻ്റെ ആൻസർ സെലക്ട് ചെയ്യരുത്, ഫുള്ളായിട്ട് വായിക്കുക. ചിലപ്പോൾ കോമിട്ടിട്ട് ഒട്ടും ഇപ്പോൾ ഹൈപ്പോടെൻഷൻ വരെ ഹൈപ്പർ ടെൻഷൻ തരികയാണെങ്കിൽ തെറ്റല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുക. അതുപോലെ പൈറക്സിക്ക് അല്ലെങ്കിൽ പൈറക്സി ഇല്ല എന്നുള്ള കേസല്ല വരുന്നത്. സെപ്റ്റിക് ഷോക്കിൽ എപ്പോഴും എന്താണ് പൈറക്സിയും WBC കൗണ്ടും കൂടുതലായിരിക്കും. അപ്പോൾ തന്നെ ടാക്കിക്കാർഡിയ കൂടുതലായിരിക്കും. ഫീവർ കൂടുമ്പോൾ ടാക്കിക്കാർഡിയ കൂടും, ഹൈപ്പോടെൻഷൻ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് പഠിക്കാം. ഏറ്റവും ഈസി ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെപ്റ്റിക് എന്ന് ആലോചിക്കുമ്പോൾ എന്താണ്, ഇൻഫെക്ഷൻ. അപ്പോൾ എന്താണ്, ഫീവർ ഉണ്ട്. ഫീവർ വരുമ്പോൾ എന്താണ്, ഡീഹൈഡ്രേഷനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്ലൂയിഡ് വോളിയം കുറഞ്ഞു. വോളിയം കുറയുമ്പോൾ ഹൈപ്പോടെൻഷനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോമ്പൻസേറ്ററി ആയിട്ട് ടാക്കിക്കാർഡിയ വരും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക, കണക്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ WBCയുടെ കൗണ്ട് കൂടും. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ആൻസേഴ്സ് ഒന്നും തെറ്റത്തില്ല. അങ്ങനെ ബൈ ഹേർട്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, മിസ്റ്റർ എക്സ് ഈസ് ഗോയിങ് ടു റിസീവ് എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഹൗ ഫ്രീക്വൻലി ഷുഡ് ബി ഡു ഹിസ് ഒബ്സർവേഷൻസ്. അപ്പോൾ നമുക്ക് സാധാരണ അറിയുന്ന കാര്യമാണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് മുന്നേ നമ്മൾ അത് പ്രീ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മളൊരു വൈറ്റൽസ് നോക്കണം. അതുപോലെ ആഫ്റ്റർ സ്റ്റാർട്ടിങ് ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ 50 മിനിറ്റ്സ് ആഫ്റ്റർ എന്തായാലും നോക്കണം. പിന്നെ ബാക്കി എന്ന് പറയുന്നത് ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് ഓരോ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓരോ കൺട്രിയിലും അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അല്ലെങ്കിൽ പോളിസി അനുസരിച്ച് ചേഞ്ചസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കാം. First one, temperature and pulse before the blood transfusion begins, then every hour and at the end of the bag or unit. Second one, temperature, pulse, blood pressure and respiration before the blood transfusion begins, then after 15 minutes, then as indicated in local guidelines, and finally at the end of the bag or unit. Third, temperature, pulse, blood pressure and respiration and urine analysis before the blood transfusion, then at the end of the bag. Fourth, pulse, blood pressure and respiration every hour and at the end of the bag. ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് എന്താണ് ഇതിൽ 4 വൈറ്റൽസും പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആകെ 2 ഉള്ളൂ. അതിനകത്ത് തേർഡ് ഓപ്ഷനിൽ 4 വൈറ്റൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും എക്സ്ട്രാ ഒരു യൂറിൻ അനാലിസിസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബിഫോറും ദെൻ ലാസ്റ്റും അത് എൻഡിലും മാത്രം നോക്കാനാണ് പറയുന്നത്. അപ്പോൾ തെറ്റാണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് ഇവിടെ ആൻസർ വരുന്നത്. അതായത് ടെമ്പറേച്ചർ, പൾസ്, ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി റേറ്റ് ബിഫോർ ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ബിഗിൻസ്, ദെൻ
ആഫ്റ്റർ 15 minutes, then ആസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇൻഡിക്കേറ്റഡ് ഇൻ ലോക്കൽ ഗൈഡ് ലൈൻസ്, ഓരോ കൺട്രിയിൽ ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലനുസരിച്ച് ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ആൻഡ് ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ ബാഗ് അല്ലെങ്കിൽ യൂണിറ്റ്. ക്ലിയർ? അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ വുഡ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ്, അതായത് താഴെ പറഞ്ഞതിലെ ഓൾ ബട്ട് വൺ തന്നെ, അതായത് താഴെ പറഞ്ഞതിലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ വരുമ്പോൾ കൊടുക്കുന്ന മാനേജ്മെന്റ് അല്ലാത്തത്. ഓക്കെ, ഫസ്റ്റ് വൺ ക്ലോസ് IV line, second one disconnect pack from patient, third one complete transfusion reaction report form, fourth one obtain blood or urine sample as directed, the fifth one send pack transfusion reaction form and samples to hospital blood bank. ഇതിൽ കറക്റ്റായിട്ട് നമുക്കറിയാം ക്ലോസ് IV line നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് എന്തെങ്കിലും മെഡിസിൻ കൊടുക്കണമെങ്കിലൊക്കെ നമുക്ക് IV line വേണം. അപ്പോൾ ക്ലോസ് ചെയ്യല്ല ചെയ്യുന്നത്, നമ്മളെന്താണ് ഒന്നുകിൽ ന്യൂ IV line ഇടേണ്ടതായിട്ട് വരും. ഒരിക്കലും ക്ലോസ് IV line എന്നുള്ള ഓപ്ഷൻ വരത്തില്ല. ബാക്കി എല്ലാ ഓപ്ഷനും എന്താണ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം അല്ലേ. റിയാക്ഷൻ വന്നുകൊണ്ട് ഡിസ്കണക്ട് ചെയ്യുക ആദ്യം, ദെൻ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഫോം എന്തായാലും നമ്മളത് റിപ്പോർട്ട് ചെയ്യണം, അതുകൊണ്ട് ഫോം എഴുതണം. ദെൻ ബ്ലഡ് ആൻഡ് യൂറിൻ സാമ്പിൾ നമ്മൾ എടുക്കും. ദെൻ എന്താണ് പാക്കും അതുപോലെ തന്നെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഫോമും അതുപോലെ സാമ്പിൾസും പേഷ്യൻ്റെ ബ്ലഡ് സാമ്പിൾസും നമ്മൾ ബ്ലഡ് ബാങ്കിലോട്ട് അയക്കും. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. അപ്പം അല്ലാത്തത് ക്ലോസ് IV line ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ പേഷ്യൻറ്റ് ഡെവലപ്ഡ് എലിവേറ്റഡ് ടെമ്പറേച്ചർ ആൻഡ് പെയിൻ ഇൻ ദ ലോയിൻ ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ദിസ് ഇസ് ഇൻഡിക്കേറ്റീവ് ഓഫ്, നമുക്കറിയാം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ സിവിയർ ആകുമ്പോൾ പേഷ്യൻറ്റ് വരുന്നതാണ് എന്ത് ടെമ്പറേച്ചർ അതുപോലെ പെയിൻ ഇൻ ദ ലോയിനും. ഓക്കെ, നെക്സ്റ്റ് വൺ മിസ്സിസ് സ്മിത്ത് ഈസ് റിസീവിംഗ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആഫ്റ്റർ എ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് ഓപ്പറേഷൻ. ആഫ്റ്റർ 15 minutes you went back to check her vital signs and she complained of high temperature and loin pain. This may indicate എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ, സീരിയസ് അഡ്വേഴ്സ് റിയാക്ഷൻ, സിവിയർ ആയിട്ടുള്ള അഡ്വേഴ്സ് റിയാക്ഷൻ ആണ് ലോയിൻ പെയിൻ പ്ലസ് ഫീവർ കാണിക്കുകയാണെങ്കിൽ കേട്ടോ. നെക്സ്റ്റ് വൺ പീപ്പിൾ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് A ആർ ഏബിൾ ടു റിസീവ് ബ്ലഡ് ഫ്രം ദ ഫോളോവിങ്. ഇത് നമ്മൾ ഈസി ആയിട്ട് എന്താ പറയുക മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. യൂണിവേഴ്സൽ ഡോണറും യൂണിവേഴ്സൽ ആക്സെപ്റ്ററും ആരാണ് മനസ്സിലാക്കുക. യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത് ഏതാണ്? ബ്ലഡ് ഗ്രൂപ്പ് O ആണ്. യൂണിവേഴ്സൽ ആക്സെപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്ലഡ് ഗ്രൂപ്പ് AB ആണ്. ഓക്കെ, ഇവിടെ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ Aക്ക് നമ്മൾ റിസീവ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? Aക്ക് ഉറപ്പായിട്ടും ഗ്രൂപ്പ് A എടുക്കാം. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഡോണർ ആയിട്ടുള്ള ആരാണ്? ഗ്രൂപ്പ് മറ്റേ നമ്മുടെ O ബ്ലഡ് ഗ്രൂപ്പ് Oയും എടുക്കാം. അപ്പോൾ A ഓർ O എന്ന ഓപ്ഷനാണ് വരുന്നത്. ഇവർ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് A ഓൺലി, ഗ്രൂപ്പ് AB ഓർ B, ഗ്രൂപ്പ് A ഓർ O, ഗ്രൂപ്പ് A B ഓർ O. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് Aക്ക് ഗ്രൂപ്പ് Aയും അതുപോലെ തന്നെ ഗ്രൂപ്പ് Oയും ആണ് കൊടുക്കാൻ കഴിയുന്നത് കേട്ടോ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് കൺസിഡേർഡ് എ മെഡിക്കേഷൻ. മെഡിക്കേഷൻ അല്ല, താഴെ പറയുന്നതിൽ ഒന്ന് മെഡിക്കേഷൻ അല്ല, കൺസിഡർ ചെയ്യാൻ പറ്റാത്ത കാര്യം മെഡിക്കേഷനായിട്ട്. ഫസ്റ്റ് വൺ ഹോൾ ബ്ലഡ്, സെക്കൻഡ് വൺ ആൽബുമിൻ, തേർഡ് വൺ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, ഫോർത്ത് വൺ ആൻറ്റിബോഡീസ്. ഇത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കാം എന്താണ് ഹോൾ ബ്ലഡ് നമുക്ക് മെഡിസിനിൽ നമ്മൾ കൂട്ടാറില്ല. പക്ഷേ ആൽബുമിനും അതുപോലെ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അതുപോലെ ആൻറ്റിബോഡീസ് ഒക്കെ എന്താണ് മെഡിസിൻസ് ആണ്. നെക്സ്റ്റ് വൺ വാട്ട് ആർ ദ മോസ്റ്റ് കോമൺ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസിനെ താഴെ പറയുന്നതിലെ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള പ്രീഡിസ്പോസിങ് ഫാക്ടർ എന്ന് എന്താണ്? റിസ്ക് ഫാക്ടേഴ്സ് കേട്ടോ. ഏതൊക്കെയാണ്? താഴത്തെ ഓപ്ഷൻസ് വായിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഹൈപ്പർടെൻഷൻ, സ്മോക്കർ, ഒബീസ്, മെയിൽ, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. അത് ഫസ്റ്റ് ഓപ്ഷനിൽ വരുന്നതാണ് ഇതെല്ലാം കേട്ടോ. സെക്കൻഡ് വൺ ഹൈപ്പോടെൻഷൻ, ഫീമെയിൽ, സ്മോക്കർ, ഒബേസ്, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. തേർഡ് വൺ ഹൈപ്പർടെൻഷൻ, സ്മോക്കർ, ഒബേസ്, ഫീമെയിൽ, നോൺ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. ഫോർത്ത് വൺ ഹൈപ്പോടെൻഷൻ, സ്മോക്കർ, ഒബേസ്, മെയിൽ, നോൺ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. ഇതിനകത്ത് നമ്മൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നത്? 4 ഓപ്ഷനിൽ 2 ഓപ്ഷനിലും ഹൈപ്പോ ടെൻഷനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ള പേഷ്യൻ്റ് എന്തായാലും ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഹൈപ്പോ ടെൻഷൻ പറയുന്ന സെക്കൻഡ് ആൻഡ് ഫോർത്ത് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ഓപ്ഷനും അതുപോലെ തന്നെ തേർഡ് ഓപ്ഷനുമാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. ഹൈപ്പർ ടെൻഷൻ, സ്മോക്കർ, ഒബേസ്, മെയിൽ, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ ഹൈപ്പർ ടെൻഷൻ, സ്മോക്കർ, ഒബേസ്, ഫീമെയിൽ, നോൺ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അധികം നമുക്ക് വർക്ക് ചെയ്യാത്ത, അധികം കൂടുതലും സിറ്റിംഗ് ആയിട്ടുള്ള ജോബുകൾ അങ്ങനെ, അല്ലെങ്കിൽ വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് ഒന്നും അധികം ചെയ്യാത്ത ഒരാൾ എന്നുള്ള അർത്ഥം വരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ മെയിൽ, ഇവിടെ വ്യത്യാസം വരുന്നത് ഫസ്റ്റ് ഓപ്ഷനിലെ മെയിലും അതുപോലെ സെഡൻഡറി ലൈഫ് സ്റ്റൈലും പറയുന്ന സ്ഥലത്ത് തേർഡ് ഓപ്ഷനിൽ അവിടെ മെയിലിന് പകരം ഫീമെയിലും സെഡൻഡറി ലൈഫ് സ്റ്റൈലിന് പകരം നോൺ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ടും എന്താണ്
ഫീമെയിലിനേക്കാളും കൂടുതൽ മെയിലാണ് റിസ്ക് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉള്ളവർക്കാണ് കൂടുതൽ കൊറോണറി ആയിട്ട് ഡിസീസ് വരുന്നത്. അപ്പോൾ നോൺ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഹൈപ്പർ ടെൻഷൻ, സ്മോക്കർ, ഒബേസ്, മെയില്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അവർക്കാണ് കൂടുതലായിട്ട് കൊറോണറി ആയിട്ട് ഡിസീസ് വരാനുള്ള ചാൻസ്. അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഒത്തിരി വാസ്റ്റാണ്. അപ്പോൾ നമുക്ക് പാർട്ട് 3യും കൂടി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.